ചായ. പിണക്ക് ഇതുവരെ മാറിയില്ലേ? എനിക്ക് ആരടുത്ത് പിണക്കമൊന്നുമില്ല. പിന്നെ എനിക്കാണോ പിണക്കം? സത്യം പറഞ്ഞ എൻ്റെ ഒഫീഷ്യൽ യാത്ര എല്ലാത്തിനും കാരണമായത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതെങ്ങനെയൊക്കെ ആവുമെന്ന്. ഒഫീഷ്യൽ യാത്ര അല്ലല്ലോ കാരണമായത്. നീനെ ഫോൺ ചെയ്യാത്തുണ്ടല്ലേ? അത് വിടന്നേ. ഓ, ഇന്നലെ ഉച്ചയ്ക്ക് വിശന്നിൻ്റെ അടപ്പളാവി. ഞാൻ നന്നായിട്ട് പ്രതീക്ഷിച്ചു എന്ത് നീ എന്നെ ഉണ്ണാൻ വിളിക്കുമെന്ന്. ഞാൻ എവിടെ? സത്യം പറഞ്ഞ പിന്നാലോചിച്ചപ്പോ എനിക്ക് വിഷമം തോന്നി. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് കഴിക്കുന്ന കാണാനൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് കണ്ടാ? കണ്ട്. സത്യം പറയടി, നീല എന്റെ കഞ്ഞിൽ ഉപ്പുമുളകോട്ട് കലക്കിയത്. ചായ കുടി. ചായ ഒന്നും എനിക്ക് വേണ്ട. ഓ ജാട കാണിക്കലടേ, കുടിക്കടേ. ആ കുടിക്ക. എടാ പോടാ വിളി പിള്ളേരെ. ഫ്രിഡ്ജിൽ വെച്ചതാ. അവരിത്ര നേരം ഇല്ലേ പോ മതി. വേണ്ടേ? കളയണേ, പിന്നെ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കല്ല. എന്നിട്ട് നാളെ ചൂടാക്കി തരണം, വൈകുന്നേരം ചൂടാക്കി തരണം. എന്നാ വാ, ചൂടാക്കി തരാം. വാ. ഓ ഭക്ഷണം കഴിക്കുമ്പോ മര്യാദക്കിരുന്ന് കഴിക്കടാ. നീ എപ്പോടാ? ഇന്നലെ 1 മണിക്കാ എത്തിയത്. ട്രെയിൻ ഒടുക്കത്തെ ലേറ്റ്. പ്രോഗ്രാം ഒക്കെ എങ്ങനെയുണ്ട്? ഷൂട്ടിംഗ് അടിപൊളിയായിരുന്നു. അത് റീഷൂട്ട് ചെയ്ത് എന്നെ പരിപ്പിളക്കില്ല എന്നുള്ളൂ. സംഭവം അടിപൊളിയായിരുന്നു. അല്ല അതൊക്കെ ഇരിക്കട്ടെ, ഇവിടെ 2 ദിവസമായിട്ട് മുട്ടൻ പ്രോഗ്രാം ആണെന്ന് കേട്ടു. ഓ വന്ന് കയറിയില്ല, അതിനു മുമ്പ് എല്ലാം അറിഞ്ഞ? ഞാൻ അറിഞ്ഞു. ഇന്നലെ എന്നോടെല്ലാം പറഞ്ഞു. വല്ല കാര്യണ്ടോ? 2 പേർക്കും വേറെ പണിയില്ല. പിന്നല്ല, ചുമ്മാ ആവശ്യമില്ല കിടന്ന് വേളം ഉണ്ടാക്കാൻ വേണ്ടി അല്ലടാ. അമ്മ അച്ഛൻ പാവല്ലേ, വെറുതെ എന്തിനാ അമ്മ അച്ഛനിട്ട് ഇങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞോട്. അപ്പൊ എന്റെ അമ്മ ഭയങ്കരിയാണോ? ഓ എന്റെ അമ്മ ഞാനൊന്നും പറഞ്ഞില്ല. ഞാനേ മനസ്സമാനത്തോടെ അപ്പുറത്ത് എവിടെയെങ്കിലും പോയിരുന്നു വെച്ചോളാം. അങ്ങോട്ട് പോടാ, അടുക്കള പോയി കഴിപ്പോ. ശരി, അവിടെ പോയിട്ട് ചെറുക്കന് വിവരം വെച്ചു കേട്ടാടി. പറഞ്ഞിട്ടോ? അവൻ നേരെ തിരിച്ചാ മനസ്സിൽ. അവൻ നേരെ തിരിച്ചാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്. അച്ഛൻ ഭയങ്കരനല്ല, അമ്മ പാവല്ലെന്ന്. ഭ്രാന്തായ? അച്ഛാ എന്താ ഒരു മൂഡ് ഓഫ്? ഒരു പരീക്ഷണവും ഇല്ലേ ഇന്ന്? ഓ പരീക്ഷണമൊക്കെ ചെയ്യണോടാ, പക്ഷെ നീ പറഞ്ഞ കറക്റ്റാണ്. അച്ഛനെ ഒരു മൂഡ് ഓഫ്. അച്ഛൻ എന്തെങ്കിലും ചെയ്യച്ചാ, എന്നാലല്ലേ ഞങ്ങൾക്ക് ഒരു ത്രിൽ ഉണ്ടാവൂ. അച്ഛൻ എന്ത് ചെയ്താലും കോമഡിയിലേ അവസാനിക്കുള്ളൂ. അച്ഛൻ എന്ത് ചെയ്താലേ കോമഡിയിൽ അവസാനിക്കുള്ളൂ. ഒന്ന് വെറുതെ ഇരിയടേ. അച്ഛന് ചാർജ് ചെയ്യുമല്ലേ? അച്ഛനെ ചാർജ് ചെയ്ത് കയറ്റാൻ പോണേ. അതൊക്കെ പോട്ടെ അച്ഛാ. കുറെ കാലമില്ല അച്ഛനെ വീട്ടിൽ പോയിട്ട്. എനിക്ക് കുളത്തിലൊക്കെ ഒന്ന് മുങ്ങി കളിക്കാൻ കൊതിയാവുന്നു അച്ഛാ. തന്നെടാ? അയ്യോ, അപ്പോഴേ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അച്ഛൻ്റെ വീട്ടിൽ പോവാം, എല്ലാവർക്കും കൂടെ പോവാം. കുളത്തിലൊക്കെ കുളിച്ച് അപ്പോഴേ അച്ഛനും ഒന്ന് ഫ്രഷ് ആവൂടാ. ഡേ കൊണ്ടുപോയി നോയോടുന്നു, അച്ഛനൊന്ന് ഫ്രഷ് ആവും കേട്ടാ. എന്നാ നമുക്ക് കന്യാകുമാരി പോയാ പോരെ? കൂടെ നിന്നിട്ട് കളിയാക്കല്ലേ മക്കളെ. അച്ഛൻ സീരിയസ് ആയിട്ടും കന്യാകുമാരിയിൽ പോവാ അച്ഛാ. അല്ല അച്ഛൻ മക്കൾക്ക് എന്തുറപ്പാണാവോ കൊടുക്കുന്നേ? ചേട്ടാ നമ്മള് കന്യാകുമാരിയിൽ പോവാൻ പോവാ. കന്യാകുമാരിയാ? എന്താടാ കന്യാകുമാരി എന്ന് കേട്ടപ്പോ നിന്റെ മുഖത്തൊരുമാതിരി വാട്ടം? വാട്ടൊന്നല്ല, എന്നാലും നമ്മൾ ഈ ഇരുന്നിരുന്ന് യാത്ര ചെയ്യുമ്പോ കന്യാകുമാരി വരെ പോയൊന്നും കാര്യമൊന്നുമില്ല അച്ഛാ. കറക്റ്റ്. അച്ഛാ എന്തായാലും മെനക്കെടുവാ, അപ്പൊ ഒരു 5-6 ദിവസത്തെ യാത്രയെങ്കിലും പോണം. ശരിയാ. അവള് പറഞ്ഞ കറക്റ്റാണ്. നമുക്കൊരു 2-3 ദിവസത്തെ ടൂറെങ്കിലും വേണം. ആദ്യം നമുക്ക് കന്യാകുമാരി പോവാം, അതുവഴി മധുരയിൽ പോയി മധുര മീനാക്ഷിയെ കണ്ട് അതുവഴി ഇറങ്ങി പളനി എത്തി. അച്ഛാ ഈ പിൽഗ്രിം സെന്റേഴ്സിൽ മാത്രം പോകുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല. അയ്യോ ഞാൻ പറഞ്ഞത് തീരിട്ട്. അവസാനം എവിടെ എത്തിയത്? പളനി വഴി കൊടൈക്കനാൽ വഴി ഊട്ടി കൂടെ കറങ്ങി മൂകാംബിക വരുന്നു. അങ്ങനെയുണ്ട്. എനിക്ക് ക്ലാപ്പ് അടിക്കാൻ വരട്ടെ. ഇത്ര പേർക്കും കൂടി ചെലവ് എത്രയാണെന്ന് അറിയാം മൊത്തം? കാറിന് മാത്രം ഒരു 10-30,000 രൂപയാവും. കാറാ? ഏത് കാറ്? ഇനോവ. ആര് വിളിച്ച്? ആരും വിളിച്ചോന്നല്ല ഞാൻ പറഞ്ഞത്. മിനിമം ഇത്ര പേർക്ക് സുഖമായിട്ട് യാത്രയാണെങ്കിൽ ഇനോവ തന്നെ വേണം.
അച്ഛാ പ്ലാൻ വിടില്ല അച്ഛാ, പ്ലീസ് അച്ഛാ നമുക്ക് പോവാം. ആ പ്ലാനൊന്നും ഇവിടെ ഉണ്ടാ, പക്ഷേ വിഷ്ണു പറഞ്ഞ കാര്യമുണ്ട്. ഇവിടെ എത്ര രൂപ എന്ന് പറഞ്ഞാൽ 10-30,000. വണ്ടിക്ക് മാത്രം 10-30,000. പിന്നെ നമ്മുടെ സ്റ്റേ ഫുഡ് എല്ലാം കൂടെ ഒരു 10-50,000 രൂപ. അമ്മ 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 അമ്മേ ചുമ്മാ അമ്മ വേഗം വരാനുള്ള ട്രിക്ക് ഒറ്റ വീക്ക് കേട്ടോ. അമ്മ സ്വെറ്റർ ഒക്കെ എടുത്ത് വെക്കണം കേട്ടോ. ഊട്ടിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. ഭയങ്കര തണുപ്പായിരിക്കും. ഭയങ്കര തണുപ്പായിരിക്കും. ഭയങ്കര തണുപ്പായിരിക്കും. ഭയങ്കര തണുപ്പാത്ര. ഭയങ്കര തണുപ്പാ. വട്ടായ ഊട്ടിയിൽ തണുപ്പണെങ്കിൽ ഞാൻ എന്തിനാടാ സെറ്റ് ഇടണേ? അമ്മേ മൂകാംബികയിൽ എന്തായാലും ഒരു ദിവസം തങ്ങാൻ പറ്റൂട്ടോ. മൂകാംബികേ? അമ്മേ കന്യാകുമാരി പോയിട്ട് ഉദയ അസ്തമയം ഒന്നും കാണാൻ നിൽക്കണ്ട. അമ്മ അന്ന് പോയതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നല്ലേ ശരി, എനിക്ക് മനസ്സിലാവണേ എന്താ നിങ്ങൾ പറയണേ. അമ്മ കൺഫ്യൂഷൻ ആവണ്ട. നമ്മള് 5 പേരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അമ്മ വരുണ്ടോ ഇല്ലയോ? ഞാനും അതെ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുക ഒരു 5 ദിവസം വീട്ടിൽ പോയി നിൽക്കണമെന്ന്. നിങ്ങൾ എന്നാ ടൂർ പോണേ? ഡെമ കളിക്കല്ലേ. എത്ര നാളെ പുറത്തൊക്കെ ടൂർ പോയിട്ട്. എന്റെ വയസ്സ് കേൾക്കണ രാവിലെ എന്തോ നീലു കുട്ടികൾ പറഞ്ഞ കേക്ക് നീലു. എന്താ പാടിയെടുന്നു പാടിയെടുന്നു. അമ്മ അമ്മ പറഞ്ഞു കേക്ക്. ഇനി പറ പൊന്നാരമ്മലും സാവധാനം ആലോചിച്ച് നിക്ക് കാല് വിട്ടടാ. പിടിച്ച് വലിച്ചപ്പോഴേ കൊടയട്ടെ. അമ്മ തല്ലി ഓടിച്ച് ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ മര്യാദക്ക് ഇരിക്കും. ഞാൻ അമ്മേ പതുക്കെ വളച്ച് കയ്യിലെടുത്തോളാം. വളച്ചോ പക്ഷെ ഒടിക്കരുതേ. ഞാൻ അവിടെ മര്യാദക്ക് ജോലി ചെയ്തോണ്ടിരിക്കായിരുന്നേ. പിള്ളേരെല്ലാം കൂടെ ഒന്ന് ഊട്ടി കൊടൈക്കനാലെന്നൊക്കെ പറഞ്ഞോണ്ട്. നിനക്ക് ലീവ് കിട്ടുമോ നീലു? ലീവൊക്കെ കിട്ടും. ഞാൻ അങ്ങനെ ലീവൊന്നും എടുത്തിട്ടില്ലല്ലോ ഈ വർഷം. അപ്പൊ ഒരു കൈ നോക്കാല്ലേ പോവാം. 5 ദിവസം പോവാന്ന് വെച്ചാലേ റൂം യാത്ര എല്ലാം കൊണ്ട് കുറെ ക്യാഷ് ആവും. ഞാൻ ഇല്ല ശരിയാവൂല. അല്ല പിന്നെ അല്ല ക്യാഷ് എത്ര ആവും ചോദിച്ചാൽ ഒരു 80,000 രൂപ ആവും. അയ്യോ 80,000? നമ്മളിവിടെ പോയല്ലേ ഈ 80,000 രൂപയ്ക്ക് നമ്മളിവിടെ പോയി. ഒരു കാര്യം ചെയ്യുന്നില്ലോ, ഓഫീസിൽ നിന്നേ ഒരു 25,000 രൂപ നമുക്ക് അഡ്വാൻസ് വാങ്ങിക്കാം. പിന്നെ ഒരു 25,000 രൂപ കടം വാങ്ങിക്കാം. എവിടുന്ന്? നിന്റെ ഓഫീസിൽ നിന്നേ നമ്മളെ സുഷമ്മയുടെ ചോദിച്ചാൽ 25,000 രൂപ കടം തരുമല്ല. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ ആകുമ്പോൾ തന്നെ 50,000 രൂപയായി. പിന്നെ ഒരു 30 രൂപ. നിന്റെ ബാങ്കിൽ എത്ര രൂപ ഉണ്ട്? എന്തിനാ? ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അറിഞ്ഞിരിക്കാൻ? മൊത്തം എന്നെ വഹിക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലെങ്കിൽ എന്നെ തന്നെ വഹിച്ചോണം എല്ലാ കാര്യത്തിനും. ആ സ്വർണ്ണം ഉണ്ടെങ്കിൽ എടുത്ത് പണയെങ്കിലും വയ്ക്കായിരുന്നു. ഉണ്ടെങ്കിൽ പണയം വെക്കായിരുന്നു. മാറ്റി വെച്ചിരുന്ന മാലയാണ് ആക്രിക്കാരൻ കൊണ്ട് പുഴുങ്ങി കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് വിധിച്ചിട്ടില്ല, ടൂറ് പോകണ്ടെന്ന് വയ്ക്കാം. എനിക്ക് പിള്ളേർ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. എനിക്ക് അത് കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമം പറഞ്ഞത്. പോകണ്ടല്ലേ ഒന്ന്? ബാലുവിന് പോകണമെന്നുണ്ടോ? പോകണമെന്നുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകണം. നീലു ഒരുപാട് നാളായില്ലേ നീലു ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. മനസ്സൊക്കെ തുരുമ്പിച്ച് ദ്രവിച്ചു പോയി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോവാം. പല അമ്പലങ്ങളിലും പോയി വഴിപാടൊക്കെ നടത്തി. ക്ഷേത്ര ദർശനത്തിനേക്കാൾ വലിയ ദർശനം ഉണ്ടോ നീലു? അത് ശരിയാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് ഓഫീസിൽ പോയിട്ട് വരട്ടെ. അവിടെ ചെന്ന് എങ്ങനെയല്ല ഒരു 50,000 രൂപ അറേഞ്ച് ചെയ്യാം. ബാക്കി ഒരു 30,000 രൂപ ബാലു അറേഞ്ച് ചെയ്യാം. അല്ല ഞാൻ ഇവിടെ പോയി. എന്റെ പൈസയൊന്നുമില്ല നീലു. കിട്ടും. ഞാൻ ശ്രമിക്കാം. കിട്ടിയാ കിട്ടുമല്ല കിട്ടിയാ പോവും. കിട്ടിയാലേ പോവുള്ളൂ, അല്ലെങ്കിൽ പോവൂല. പോണം, നമുക്ക് പോണം. ഞാൻ നോക്കാം കേട്ടോ. നോക്കാല്ല, നോക്കിക്കോ. അതെ വാസി, തരാടേ തരാം. എനിക്കറിയാം, നല്ല ഓർമ്മയുണ്ട്. അതന്ന് നീല് ഏറ്റല്ലേ നിന്റെ പൈസ തരാന്ന്. അളിയ ഇത് അതൊന്നും അല്ലടാ. എടാ എനിക്ക് ഒരു 25,000 രൂപ തരണം. പറ കേട്ട് ഞാൻ പറഞ്ഞ കേള്. ഞാനിപ്പോൾ ഒരു ടൂർ പോകണം. ഇപ്പം എൻ്റെ കയ്യിൽ വല്ലതും വേണ്ടടേ. തരാടാ, ദൈവത്തിനാണ് തരാം. ഞാൻ തന്നില്ലെങ്കിൽ അവള് തരും. ഉറപ്പ്. തരാം.
ഓ ശരി ശരി. അച്ഛാ ബാസ് ഞങ്ങൾ എന്ത് പറഞ്ഞു? ഇജ്ജ് പോടാ. അവൻ്റെ വായിരിക്കണം തെറി മൊത്തം ഞാൻ കേട്ട് കണ്ടവൻ്റെ ഇരിക്കണം. പോ അവിടുന്ന്. ഞാനേ ഓഫീസ് വരെ പോയിട്ട് വരാം. അമ്മേ ഒന്ന് ആഞ്ഞു പിടിച്ചോട്ടോ. എന്തേ? ശിവ അമ്മയ്ക്ക് അത് അറിഞ്ഞൂണ്ടേ? അമ്മേ പൈസ കിട്ടിയ നാളെ തന്നെ പോണേ. നാളെ ഒന്നും പോകാൻ പറ്റില്ല. ഇത്രയും ദിവസത്തേക്ക് പോകണല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാ നമുക്ക് മറ്റന്നാ പോവാ. ഞങ്ങൾ അമ്മ അലക്കാനൊക്കെ സഹായിക്കാം. അലക്കാനൊക്കെ സഹായിക്കാം. എൻ്റെ ബാലു, നമ്മൾ ഇത്രയും പേര് പോവാണ്, ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട്. എന്തോരം കാശാവെന്ന് വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ ഇതൊരു ആവശ്യമില്ലാത്ത യാത്രയായിരുന്നു. അമ്മ എന്താ നമ്മള് ടൂറിന് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകണം സന്തോഷത്തോടെ. അല്ലാണ്ട് ഒരുമാതിരി ഓടക്ക് വർത്താനം പറയണം. ഇത് എന്താ വെച്ചിങ്ങനെ? പൈസ ഇല്ലാതെ ഈ വീടിന്റെ മുറ്റത്ത് കയറണ്ട. ശിവ അമ്മയുടെ അടുത്ത് അങ്ങനെ സംസാരിക്കരുത്. അമ്മ പൈസ കൊണ്ടുവരും ഇല്ലടേ. അമ്മ ഓഫീസിൽ നിന്നൊന്നും അല്ല പൈസ മേടിക്കുന്നേ. അമ്മയുടെ കയ്യിൽ പൂത്ത കാശ. പിന്നെ ബാങ്കിൽ എത്ര രൂപ ഉണ്ടെന്ന് അറിയാവോ? അതിനെന്തോ വേണം നിനക്ക്? പിന്നെ അർത്ഥയ്ക്ക് ഉപയോഗിക്കാത്ത കുട്ടമ്പിളരെ മോളല്ലേടാ. എന്താ പെട്ടെന്ന് പോകുന്നില്ല, സമയമായി. ബാങ്കിൽ പോണ്ട് അല്ല ഓഫീസിൽ പോണ്ട്. രാത്രി സമയം എത്രയായി? അമ്മ കാണുന്നില്ലല്ലോ. അമ്മയെ ഫോൺ ചെയ്തിട്ട് പൈസയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ജേടാ അതിന്റെ ഉള്ളിൽ ആരോ കൊണ്ടുവന്ന് കൈയിടാൻ പറഞ്ഞ മാഷ് ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു ജട. എന്താടി അവനാ? സോറി, ചേട്ടന്റെ ഒരു ജട. അമ്മക്ക് ഇനി പൈസ കിട്ടി കാണത്തില്ലായിരിക്കും. ഇനി അതുവല്ലോ ആണോ? ഡാ നീ എന്നാ ആകൃതം നിന്റെ വായനുള്ളിലേക്ക് ഇട്. ഒന്നിന്റെ പ്രാർത്ഥിക്കൊന്ന്. എന്റെ കൃഷ്ണ, അമ്മക്ക് പൈസ കിട്ടണേ. ഉറങ്ങല്ലച്ചാ. എന്തൊരു കഷ്ടം. അമ്മ എത്തിന്ന്. ആ വലിക്കല്ലേ ശിവ, കൈവിട്. എന്താ അമ്മ വൈകിയേ? വൈകിയതാ? കന്യാകുമാരിയില്ലേ അസ്തമയം കണ്ടിട്ട് വരാ, അതാ വൈകിയേ. എന്നാ പോലെ ഉദയം കൂടി കണ്ടിട്ട് ഇങ്ങ് വന്നാ പോരെ. പോടി അവിടുന്ന്. ഓ എന്താ അമ്മ കവറില? കവർ ചെയ്തിട്. അമ്മേ എന്താ? ഓഫീസിൽ നിന്ന് കാശ് കിട്ടിയാ? കാശാ? ഏത് കാശ്? കാശ് കിട്ടിയില്ലേ? നാളെ വണ്ടി ഇവിടെ എത്തും. വണ്ടിയാ? ആ ടൂർ പോണ്ടേ. ടൂറാ? കാശ് കിട്ടിയില്ലേ? ഇപ്പൊ വരാട്ടോ, ഈ കവറ് വെച്ചിട്ടും വരാം. അച്ഛാ അമ്മ സീൻ ടൈറ്റ് ആക്കുവാണോ? നീ പേടിക്കണ്ടാ, കാശ് കിട്ടി കാണൂല. കിട്ടി കാണും, നീ ധൈര്യമായിട്ട്. കിട്ടി കാണുമല്ലേ? എല്ലാരും അപ്പുറത്തേക്ക് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ കിടക്കാം. വെളുപ്പിനെ എണീക്കണ്ടല്ലേ? വാ. എന്ത് പറ്റി? എന്തും മിണ്ടാത്ത? പോക്ക് കിടക്കുവോ? പോക്ക് നടക്കും, പക്ഷെ നടന്നു പോണ്ടി വരും. അത് അമ്മ അമ്മ ഇന്ന് ചായ കാണിക്കല്ലേ? കാറിന് റേറ്റ് ഒക്കെ പറഞ്ഞു ഒപ്പിച്ചിരിക്കുക. പൈസ കിട്ടിയില്ലയോ? കിട്ടിയില്ല. അല്ല അന്ന് അങ്ങനെ പറഞ്ഞാ നിനക്കും സഹിക്കാൻ പറ്റില്ല, എനിക്കും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൈസ കിട്ടി. കിട്ടിയാ? മതി. ഒരുപാട് ജോലിയുണ്ട്. ഭക്ഷണം നേരത്തെ കഴിച്ചിട്ട് നേരത്തെ കിടക്കണം. കാരണം നാളെ വെളുപ്പിനെ എണീറ്റിട്ട് പാക്കിങ്ങും എല്ലാം ഉള്ളതാണ്. ബാ 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 പെട്ടെന്ന് വാ. നീ കിടക്കുന്നില്ലേ? ഉറക്കം വരുന്നില്ല. അച്ഛന്റെ ഷെയറിന്റെ കാര്യം ഓർക്കുമ്പോ മനസ്സിൽ തീയാ വരുന്നേ. ഡാ നീ എന്റെ മൂഡ് കളയല്ലേടാ. എന്റെ മനസ്സ് പൂട്ടിയില്ല, അവിടെ ഭയങ്കര തണുപ്പാ. എന്റെ മനസ്സേ അച്ഛന്റെ പൈസയുടെ കാര്യം ഓർക്കുമ്പോ ഞാനിപ്പോ അവിടുത്തെ സൂയിസൈഡ് പോയിന്റ് മരിക്കാൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കിടക്കണല്ലേ? കിടക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ തലവത്ത് ഇന്ന് ആ 30,000 ഉണ്ടാക്കാൻ പറ്റൂല എന്നെ കൊണ്ട്. നീ ഉണ്ടാക്കുക, ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെനിക്കറിയാവുന്ന കാര്യമാണല്ലോ ബാലു. ടെൻഷൻ അടിക്കണ്ട. ഓഫീസിൽ നിന്ന് 50,000 രൂപ മേടിച്ച് സുഷമയുടെ ഇന്ന് രാവിലെ 30,000 രൂപ മേടിച്ച് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. കിടന്നിറങ്ങിക്കോ കേട്ടാ. നീയാണെടി ഉത്തമയായ ഭാര്യ. ഐ ഡി കാർഡ് എടുത്താ? അയ്യോ എടുത്തില്ല. ബാലുവിന്റെ ഐ ഡി കാർഡ് എന്തേ? എന്റേതേ ആ താഴത്തെ ഡ്രോയ്ക്കകത്ത് വേണം. ഏറ്റവും താഴത്തെ ഡ്രോയ്ക്കകത്ത് കേട്ടാ. എവിടെയാ? ഇവിടെയാണോ? ആ അതോടെ തന്നെ.
എല്ലായിടത്തും നോക്ക്. എല്ലാം എടുത്തു കണ്ട. ID കാർഡ് കിട്ടിയാ? ID കാർഡ് കിട്ടി. ആ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നല്ലേ? ഞാനാ ഉം. എന്തിനു ഒളിപ്പിച്ച് വെക്കണേ? എടി അത് പുറത്തെടുത്താ കളഞ്ഞു പോകും, അതുകൊണ്ടാണ് സൂക്ഷിച്ച് വെച്ചേക്കണേ, അല്ല ഒളിപ്പിച്ച് വെച്ചേക്കണമെന്നല്ല. അത് ശരിയാ, പുറത്തെടുത്ത പല കാര്യങ്ങളും പുറത്തേക്ക് വരുമല്ലോ. നീ എന്തോന്നടി പറയണേ? കള്ളൻ, പെരും കള്ളനാണ് നിങ്ങൾ. മനസ്സിലൊന്നും പുറത്ത് വേറൊന്നായി കാണിക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. നിനക്ക് എന്തടി ഭ്രാന്താ? ആ എനിക്ക് ഭ്രാന്താ. കഴിഞ്ഞ ദിവസം നിങ്ങൾ അമ്മാവന്റെ മോൾ വിളിച്ചിരുന്നില്ലേ ഫോണില്? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്തിനാ അവളെ വിളിച്ചതെന്ന്. അപ്പൊ നിങ്ങൾ പരസ്പര വിരുദ്ധമായിട്ട് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു ഒപ്പിച്ചിട്ട് ഒറ്റ ചാട്ടമായിരുന്നു അവിടുന്ന്. പരസ്പര വിരുദ്ധമായിട്ടാ? ആ അതെന്ത്? ബാലു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. പണ്ട് നിങ്ങൾ എന്നെ പ്രേമിച്ച് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ പേരും പറഞ്ഞായിരുന്നു നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അമ്മാവനും കൂടി അവളെ നിങ്ങളെ തലയിലേക്ക് കെട്ടിയെടുക്കാൻ പോണു, അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണം എന്നും പറഞ്ഞായിരുന്നു എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അത് ശരി തന്നെ, അത് ശരിയാണ്. വീട്ടുകാരെല്ലാം കൂടെ അവളെ എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒപ്രാളപ്പെട്ട നിന്റെ അടുത്തൊന്ന് പറഞ്ഞത് കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന്. പക്ഷെ അതങ്ങനെയല്ല. നിങ്ങൾ അവളെയും ഒരു സൈഡിൽ വെച്ചു, എന്നെ ഒരു സൈഡിൽ വെച്ചിട്ട് രണ്ട് വഞ്ചിയിൽ കാല് കുത്തി നിൽക്കുകയായിരുന്നു. ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. എന്നിട്ട് അവളെ എങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിർത്തി. ഇപ്പോഴും നിർത്തിയിരിക്കുകയാണോ? നിർത്ത്. എന്ത് നിർത്ത്? എന്ത് നിർത്ത് പറ. നീ ഇങ്ങനെ കയറി കയറി പോവണേട്ടാ, എന്റെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നോ? നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നോന്ന്? അയ്യേ, എനിക്ക് അവളെ അങ്ങനെ കാണാനൊന്നും പറ്റൂല. ഒരു ഭാര്യയുടെ സ്ഥാനത്തൊന്നും എനിക്ക് കാണാൻ പറ്റൂല. ഞാൻ അവളെ സ്നേഹിച്ചിട്ടേ ഇല്ല. ഇല്ല ഇല്ല. ഉറപ്പ്? ഉറപ്പില്ല. ഉറപ്പില്ല? ഉറപ്പ്. ഉറപ്പുണ്ടോ ഇല്ലയോ? ഉറപ്പുണ്ട്. സ്നേഹിച്ചിട്ടില്ലാന്ന്? ശരി ശരി. ഇതെന്തോന്ന്? ഇത് പൂർണ്ണിമയുടെ ഫോട്ടോ. ആ, നിങ്ങളെ പിന്നെ നല്ല കണക്ഷൻ ആണല്ലോ അല്ലേ, അതുകൊണ്ടായിരിക്കും എടുത്ത് വെച്ചേക്കണം. സൂക്ഷിച്ച്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെന്തോന്ന്? അത് ലെറ്റർ. ഇതൊക്കെ എന്തോന്നാ അപ്പൊ? അത് കുറെ ലെറ്റർ. വായിച്ചു നോക്ക്, ഇതാരുടെ ലെറ്ററാന്ന്. ഇടി എനിക്ക് പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കണ ഏർപ്പാടുണ്ടെന്ന് അറിയാല്ല. 35-40 വർഷമായ പ്ലെയർ വരെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് വയ്ക്കുമ്പോൾ ഇതൊരു രസമല്ലേ പഴയ സാധനങ്ങൾ വയ്ക്കുന്നത്. പഴയ സാധനങ്ങളല്ലേ? ഇത് റയർ പീസ്. നിനക്ക് ഭ്രാന്താണ് ഇത്. എടി എത്ര വർഷമായിട്ട് ഞാൻ സൂക്ഷിക്കണ സാധനങ്ങളെന്നറിയാം. റയർ പീസ്. നിങ്ങളാ റയർ പീസ്. എന്താ പ്രശ്നം? വിവരം കെട്ടോളെ കൊന്നുകളയും ഞാൻ. എടി നിന്നെ കെട്ടാൻ വേണ്ടി ജയദേവ് എന്ന് പറഞ്ഞ ഒരുത്ത പറയാ നടന്നില്ലടി. നീ പറഞ്ഞില്ല അവ ആനയാണ് ചാനയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അവനെ നീ ഇപ്പൊ മനസ്സിൽ കൊണ്ടു നടക്കണാടി. ഞാൻ വിചാരിക്കട്ടാ നീ ഇപ്പൊ മനസ്സിൽ കൊണ്ടു നടക്കണ അവനെ. ഇതുപോലെ തന്നെ എനിക്ക് പൂർണ്ണിമേ, ഞാൻ അവളെ അങ്ങനെ അടുത്ത രീതിയിലല്ല സ്നേഹിച്ചത്. എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല കേട്ടോ. പറഞ്ഞേട്ടാ ഇനി എന്റെ സ്ഥാനം തൊട്ടാ എന്റെ കയ്യെ വിട്ടു. അയ്യോ, വലിയ ഉദ്യോഗസ്ഥ, വിദ്യാസമ്പന്ന, കൾച്ചർ ഇല്ലാത്തവള്. എനിക്ക് കൾച്ചർ ഇല്ല. കൾച്ചറില്ല ഒരുത്തി ഉണ്ടല്ലോ, പൂർണിമ. അവളെ വിളിച്ചോണ്ട് പോ നിങ്ങള് ടൂറിന്. മക്കളും അച്ഛനും എല്ലാം കൂടെ പോയിക്കോ. ഞാൻ വരുന്നില്ല നിങ്ങളെ കൂടെ എവിടെ. അല്ലെങ്കിൽ നിന്റെ കൂടെ ആരെ പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആരെ കൊണ്ടുപോണേ? മനസ്സമാധാനം നടത്താം. മൃഗം. അച്ഛനെ തള്ളി പറയാനാടാ. നിന്റെ അച്ഛനെ തള്ളിക്കളേണ്ട സമയം എപ്പോഴാ കഴിഞ്ഞി? പോയിക്കോട്ടെ നിങ്ങക്ക്. തള്ളടി. ടൂർ
ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചേ? അതറിയില്ല. നമ്മളിപ്പോ ഇന്നോവ കാറിൽ ഊട്ടിക്കോടതെ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുക.